بسم الله الرحمن الرحيم. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 979 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 64-65 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 64-65 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്തെ മുഖ്യമായൊരു ഭാഷണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പായി വന്നിരിക്കുന്ന ചില ഇടവാചകങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നടന്നു വന്ന സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിപാദ്യത്തിന്റെ തുടർച്ചയായിട്ടുള്ളതല്ല, ഇടക്ക് വെച്ച് വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലാണ്. മാത്രവുമല്ല വളരെയേറെ ശൈലീപരമായ ഒരു പ്രത്യേകതയുള്ള ആയത്ത് കൂടിയാണ്, അല്ലെങ്കിൽ ആയത്തുകൾ കൂടിയാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ രണ്ടായത്തുകൾ. ഇതിന്റെ ഘടനയും അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കല് ഈ സൂറത്തിന്റെ ആ ഒഴുക്കിനെ, ആ പ്രവാഹത്തിനിടയിൽ എങ്ങനെ ഈ രണ്ടായത്തുകൾ ഇടം പിടിച്ചു എന്നത് മനസ്സിലാക്കുന്നതിന് വളരെയേറെ പ്രയോജനകരമായിരിക്കും. പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ പരാമർശിക്കപ്പെട്ടതിന് ശേഷം അവരെ തുടർന്നു വന്ന പിഴച്ചുപോയ ഒരു സമൂഹത്തെ കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ കാണുകയുണ്ടായത്. അവര് നമസ്കാരം ഉപേക്ഷിക്കുന്നവരും ദേഹേച്ഛകളെ പിൻപറ്റുന്നവരുമായി ഭൗതിക ജീവിത ആസക്തി പിടികൂടപ്പെട്ട ആളുകളായിട്ട് ഒരു വിഭാഗം. അവര് തീർച്ചയായിട്ടും അതിന്റെ ദുരന്ത ഫലം ഏറ്റുവാങ്ങേണ്ടി വരും. പശ്ചാത്തപിച്ച് മടങ്ങുകയും വിശ്വാസം ശരിപ്പെടുത്തുകയും ശരിയായ കർമ്മങ്ങളിൽ നിരതരാവുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്കായി ഒരുക്കി വെച്ച ഉദ്യാനങ്ങൾ അവർക്കുണ്ട്. അവരൊട്ടും തന്നെ അനീതിക്ക് ഇരയാവുകയില്ല എന്നുകൂടി അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. കാരുണ്യവാനായ റബ്ബിന്റെ അദൃശ്യതയിൽ നിന്നുകൊണ്ടുള്ള വാഗ്ദാനമാണ് ഈ പുലരുന്നത്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. അവരെത്തിച്ചേരുന്ന ആ സ്വർഗം, ആ സ്വർഗീയ ഉദ്യാനം ഒരു
സംസാരമോ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു ശബ്ദമോ ഒന്നും കേൾക്കേണ്ടി വരുന്ന, ഏതെങ്കിലും വിധത്തിൽ മനുഷ്യ മനസ്സിന് അസമാധാനം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഉള്ള ഇടമല്ല. മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകൾക്കായിട്ട് അവർക്ക് അനന്തരം എടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ശാന്തിഗേഹങ്ങളാണ് ഈ സ്വർഗീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. അവരവിടെ നിരന്തരമായി തുടർച്ചയായി പതിവായി അവർക്ക് വേണ്ട വിഭവങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമായിരിക്കും എന്നും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് വായിച്ച 2 ആയത്തുകൾ വരുന്നത്. ഈ 2 ആയത്തുകളിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നത് എന്നത് വളരെയേറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ്. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയ്യ. ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. വമാ നതനസ്സലു, നാം ഇറങ്ങി വരുന്നില്ല. പ്രവാചകരെ ഞങ്ങൾ അല്ലെങ്കിൽ നാം താങ്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നില്ല. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക, താങ്കളുടെ നാഥന്റെ കൽപ്പന പ്രകാരമല്ലാതെ. താങ്കളുടെ നാഥൻ കൽപ്പന നൽകിയത് കാരണം മാത്രമാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത്. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന, ഞങ്ങളുടെ ഉള്ളതിന്റെയും ഞങ്ങളുടെ പുറകിലുള്ളതിന്റെയും വമാ ബൈന ദാലിക, അവയ്ക്കിടയിലുള്ളതിന്റെയും ഒക്കെ ഉടമസ്ഥൻ അവനാണ്, അല്ലാഹുവാണ്. ദാലിക വമാ കാന റബ്ബുക നസിയ്യ, താങ്കളുടെ റബ്ബ്, താങ്കളുടെ നാഥൻ മറവിയുള്ളവൻ അല്ലതാനും. ഇങ്ങനെയാണ് ഈ 2 ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിന്റെ ആശയം അല്ലെങ്കിൽ സാരം. ഇവിടെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്യുന്നത്? അല്ലാഹു അല്ല. അള്ളാഹുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് മറ്റാരോ പ്രതിപാദിക്കുന്ന വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഞങ്ങൾ അവതരിച്ചു വരുന്നത്, ഞങ്ങൾ ഇറങ്ങി വരുന്നത് എന്ന വിധത്തിലാണ് സംസാരിക്കുന്നത്. അതിന് സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വാചകങ്ങള് സംസാരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകളുമാണ് എന്നതാണ്. കൂടെ ഉണ്ടായിരുന്ന മലക്കുകളെ കൂടി പരാമർശിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തുകൾ. ഞങ്ങൾ ഇറങ്ങി വരുന്നത് പ്രവാചകരെ താങ്കളുടെ റബ്ബിന്റെ കൽപ്പനയാൽ മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഹിജ്റക്ക് മുമ്പുള്ള മക്കയിലെ ആ കാലഘട്ടം അള്ളാഹുവിന്റെ വെളിപാട് കാത്തിരുന്ന് വളരെയേറെ പ്രയാസപ്പെട്ട് വെളിപാടില്ലാത്ത ആ സമയം നീണ്ടുപോകുന്നതിൽ വളരെയേറെ മനോവിഷമം അനുഭവപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം തള്ളി നീക്കാറുണ്ടായിരുന്നത്. പലപ്പോഴും നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം രൂക്ഷമായി വരുമ്പോ അതില് ദൈവികമായ സഹായവും വെളിപ്പെടുത്തലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നിട്ടും ഉദ്ദേശിച്ച അത്രയും വേഗതയിൽ ദൈവിക സന്ദേശം എത്തിക്കാണാത്തതില്
പ്രതീക്ഷിച്ച സമയത്തിനകത്ത് തന്നെ മലക്ക് ജിബ്രീൽ വഹിയുമായി എത്താതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയേറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് എതിർപക്ഷത്തുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികളുടെ പ്രതികരണം വളരെ കടുത്തതായി മാറുകയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെ ഉണ്ടായിരുന്നവരെയും ദേഹോപദ്രവം ചെയ്യുന്നത് തൊട്ട് വലിയ മാനസിക പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ സന്ദർഭത്തില് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സാന്ത്വനമായി ആശ്വാസമായി ആശ്വസിപ്പിക്കലായി ഒക്കെ ദൈവിക വെളിപാടുകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് സ്വന്തം നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹതാപം തോന്നിയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന ആ തീക്ഷ്ണമായ വേദനയും വിഷമവും കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സ്വന്തം നിലക്ക് സ്വമേധയാ ഇറങ്ങി പുറപ്പെടാനൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിന് ആഗ്രഹമൊക്കെ ഉണ്ടാകാം. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അങ്ങനെ സ്വന്തം നിലക്കൊരു ഇടപെടൽ നടത്താനോ വേണ്ട നടപടി സ്വീകരിക്കാനോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു ആവശ്യപ്പെടുന്ന മുറക്ക് മാത്രമാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള സാന്നിധ്യം അറിയിക്കുന്ന ആഗമനം ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോ വിശുദ്ധ ഖുർആനിൽ മലക്ക് ജിബ്രീൽ സംസാരിക്കുന്ന വിധത്തിലാണ്. അള്ളാഹുവിന്റെ വാക്യം മലക്ക് ജിബ്രീൽ കേൾപ്പിക്കുന്ന വിധത്തിലല്ല, മറിച്ച് ജിബ്രീൽ തന്നെ നേരിട്ട് സംസാരിക്കുന്ന വിധത്തിലുള്ള അത്യപൂർവമായ ഒരു ശൈലിയിലാണ് ഈ രണ്ടായാത്തുകള് അതിന്റെ ഘടന വെളിപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ നിലകൊള്ളുന്നത്. ഒമാനതനസ്സലു എന്നിട്ട് ഇവിടെ പറയുന്നത് ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല, നാം ഇറങ്ങി വരുന്നില്ല ഇല്ലാ ബി അംരി റബ്ബിക, പ്രവാചകരെ താങ്കളുടെ റബ്ബിന്റെ കൽപ്പന പ്രകാരമല്ലാതെ, താങ്കളുടെ റബ്ബിന്റെ കൽപ്പന ഇല്ലാതെ സ്വന്തം നിലക്ക് ഇറങ്ങി വരാൻ കഴിയുന്നവരല്ല ഞങ്ങൾ. താങ്കളുടെ അടുക്കൽ വരുമ്പോഴൊക്കെയും തന്നെ ഞങ്ങൾ ദൈവിക കൽപ്പന നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾ സ്വന്തം നിലക്കായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. ഒമാനതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ കൽപ്പന പ്രകാരമായിട്ട് മാത്രമാണ് ഞങ്ങൾ താങ്കളുടെ മുന്നിൽ അവതരിക്കുന്നത്. അപ്പൊ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും പരാമർശിച്ചുകൊണ്ട് ഞങ്ങൾ എന്നൊരു പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത്. അത് ഏകവചനത്തിലല്ല, ഉദ്ദേശപൂർവം തന്നെ ബഹുവചനമായിട്ടാണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടാണ് ഇത് പ്രയോഗിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളുടെ ഘട്ടത്തില് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പറ്റം മലക്കുകളുമായി, ഒരു വലിയ സംഘം മലക്കുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാവുകയുണ്ടായി എന്നാണ്. അത് വലിയ ധൈര്യം പകരലാണ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടുകൊണ്ടിരുന്നപ്പോ, ഖുറൈശികള് ഒറ്റപ്പെടുത്തിയപ്പോ, സ്വന്തം കുടുംബം കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ അള്ളാഹു തന്റെ റൂഹുൽ ഖുദ്സായ ജിബ്രീലിനെ മാത്രമല്ല, ജിബ്രീലിനോടൊപ്പം വലിയൊരു സംഘത്തെയും കൂടി, ഒരു സംഘം മലക്കുകളെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സാന്നിധ്യം നൽകുന്നതിന് വേണ്ടി അയക്കുകയുണ്ടായി എന്നാണ് ഇവിടുന്ന് ഈ ആയത്തിന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഈ ഒരു കാര്യം ചില ശ്രദ്ധേയമായ ഹദീസുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. മുൻകാല മുഫസ്സിറുകള് ആ ഹദീസുകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ഇങ്ങനെ ഒരു സന്ദർഭത്തില് ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു വലിയ സംഘം മലക്കുകളും ഒന്നാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അണിനിരത്തപ്പെട്ടു എന്ന വിധത്തില് വിവരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക. ഞങ്ങൾ ഉദ്ദേശിച്ച വിധത്തിൽ സ്വന്തം നിലക്ക് ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ അവതരിക്കുന്നത്, ഞങ്ങള് താങ്കളുടെ മുന്നിൽ വരുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ റബ്ബ് കൽപ്പിക്കുന്നത് കൊണ്ടാണ്. താങ്കളുടെ റബ്ബിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത്. അവന്റെ കയ്യിലാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥതയും എല്ലാറ്റിന്റെയും നിയന്ത്രണവും ഉള്ളത്. ലഹു മാ ബൈന ഐദീന. അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ ഉടമസ്ഥതയിലാണ് നമുക്ക് മുന്നിലായുള്ളത്. നമുക്ക് മുന്നിലായുള്ളത് എന്ന് പറയുമ്പോൾ ടെമ്പറൽ ആയിട്ട് നമ്മുടെ എഹെഡ് ഓഫ് അസ് എന്ന് പറയാവുന്ന വിധത്തില് നമ്മള് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി അങ്ങോട്ട് സംഭവിക്കാൻ ഇടയുള്ള, ഇനി അങ്ങോട്ട് അരങ്ങേറാൻ ഇടയുള്ള ഭാവി കാലത്ത് സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതൊക്കെയും അവന്റെ നിയന്ത്രണത്തിലാണ്. വമാ ഖൽഫന, നമ്മൾ പിന്നിട്ട കാലത്ത് ഉള്ളതും അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ ഉടമസ്ഥതയിലാണ്. നമുക്ക് പുറകിലായുള്ളത് എന്നത് സ്പേഷ്യൽ റെഫറൻസ് എന്ന പോലെ തന്നെ ഒരു ടെമ്പറൽ റെഫറൻസ് കൂടിയാണ്. ഒരു ഇടം പരാമർശിക്കപ്പെടുന്ന പോലെ തന്നെ ഒരു കാലം പരാമർശിക്കുന്നത് കൂടിയാണ് ഈ പ്രയോഗം. അപ്പൊ നമുക്ക് മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലവും ഭാവി കാലവും അടങ്ങുന്നതാണ്. നമുക്ക് പുറകിലുള്ളത് എന്ന് പറയുന്നത് ഭൂതകാലം സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോ അവന്റെ നിയന്ത്രണത്തിലാണ് പിന്നിട്ട നാളുകളിലെ സംഭവങ്ങളും ഇനി വരാനിരിക്കുന്ന നാളുകളിലെ സംഭവങ്ങളും ഒക്കെ തന്നെ ആ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ ഉടമസ്ഥതയിലാണ്. ഒമാ ബൈനദാലിക്ക്, മാത്രവുമല്ല ഈ രണ്ടിനും ഇടക്കുള്ളതും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിന്നിട്ട നാളുകളുടെ ആ കാലം, വരാനിരിക്കുന്ന നാളുകളുടെ നമ്മുടെ മുന്നിലുള്ള ഈ കാലം, ഇത് രണ്ടിനും ഇടക്കുള്ള വർത്തമാനകാലം, അതാണ് അവക്ക് രണ്ടിനും ഇടയിലുള്ളത്. അപ്പൊ അതും താങ്കളുടെ റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ കാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ദൗത്യവുമായിട്ട് നിയോഗിച്ചയക്കപ്പെട്ടിരുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അവന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള വിധത്തിലാണ്. ഇനി വരാനിരിക്കുന്ന നാളുകളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പൂർണ്ണമായും അവന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വന്തം നിലക്ക് സംസാരിക്കുകയല്ല, അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ സംസാരം അരങ്ങേറുന്നത്. ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വന്തം നിലക്ക് സംസാരിച്ചുകൊണ്ട് ആ വാചകങ്ങള് അള്ളാഹുവിന്റെ കിതാബിന്റെ ഭാഗമാക്കുകയായിരുന്നോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടാകും. പക്ഷെ അത് ദൈവിക കൽപ്പനയുടെയും ദൈവിക നിർദ്ദേശത്തിന്റെ ഒക്കെ ഫലമായിട്ട് തന്നെ ഉണ്ടായതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക. അവന്റെ കയ്യിലാണ്, അവന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് പിന്നിട്ട കാലം, ഇനി വരാനിരിക്കുന്ന കാലം, അത് രണ്ടിനും ഇടക്കുള്ള ഈ വർത്തമാനകാലം. വമാ കാന റബ്ബുക നസിയ്യ. നിന്റെ റബ്ബ് ഒരിക്കലും തന്നെ വിസ്മൃതിയുള്ളവനല്ലതാണ്. നിന്റെ റബ്ബ് ഒന്നും മറന്നു പോകുന്നില്ല. പിന്നീട് കാലങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു, അത് എന്തൊക്കെ പ്രതികരണങ്ങൾ ഉളവാക്കി, എന്തൊക്കെ അനന്തരഫലങ്ങൾ അതിനൊക്കെ ഉണ്ടായി എന്നത്
ഒന്നും മറന്നു പോകുന്നവനല്ല നിന്റെ റബ്ബ്. വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് ഒരു കാരണവശാലും മറവിയുള്ളവനല്ല. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ, അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വാനഭുവനങ്ങളുടെ റബ്ബാണ്. മനുഷ്യന്റെ മാത്രമല്ല, മലക്കുകളുടെ മാത്രമല്ല, ആകാശഭൂമികളുടെ വാനഭുവനങ്ങളുടെ നാഥനാണ് അവൻ. വമാ ബൈനഹുമ, വാനഭുവനങ്ങളുടേത് മാത്രമല്ല അവയ്ക്കിടയിലുള്ളതിന്റെയും അഖിലത്തിന്റെയും റബ്ബ് അവൻ തന്നെയാണ്. അതുകൊണ്ട് ഫഅ്ബുദ്ഹു, യാതൊരു ആശങ്കകളും ഇല്ലാതെ സന്ദേഹമില്ലാതെ അവന് അടിമപ്പെട്ടുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുക. ഫഅ്ബുദ്ഹു, നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുക. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും റബ്ബ് ഒരു സംശയവും വേണ്ട അള്ളാഹു തന്നെയാണ്. ആ റബ്ബിന് കീഴ്പ്പെടുക, അവന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. പ്രപഞ്ചത്തിലെ സകല സംഗതികളും സ്വമേധയാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. അക്കാര്യത്തിൽ അവർക്ക് ഒരു ചോയ്സ് ഒന്നുമില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരൊക്കെയും അള്ളാഹുവിനാണ് വഴിപ്പെട്ട്, അള്ളാഹുവിനാണ് കീഴ്പ്പെട്ട്, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്ത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് പ്രവാചകരെ, ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം ഇതാണ്: സന്ദേഹം വേണ്ട, ഭയപ്പെടൽ ആവശ്യമില്ല, അതുപോലെ അസ്വസ്ഥപ്പെടേണ്ടതില്ല, ആശങ്കകൾ വേണ്ടതില്ല. താങ്കള് നിർവഹിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ഫഅ്ബുദ്ഹു, അവന് ഇബാദത്ത് ചെയ്യുക. അത് അവന് സ്വമേധയാ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഫഅ്ബുദ്ഹു, ഇവിടെ അവന് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് കേവലം ആരാധനയെയല്ല സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ട് അവന് വഴിപ്പെട്ടുകൊണ്ട്, അവന് സമർപ്പിച്ചുകൊണ്ട്, അവന് ആരാധനകൾ അർപ്പിക്കുന്നവനായി നിലകൊള്ളുക. വസ്തുബിർ, അപ്പോ വലിയ സഹനവും ക്ഷമയും ഒക്കെ കാണിക്കേണ്ടി വരും, സ്ഥൈര്യം കാണിക്കേണ്ടി വരും. താങ്കളുടെ പല ഭീഷണിയുമുള്ള ഈ സാഹചര്യത്തില് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നിലകൊള്ളുക എന്നത് തീർച്ചയായിട്ടും പല വെല്ലുവിളികളും ഉടലെടുക്കാൻ കാരണമാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അക്കാര്യത്തില് സ്ഥൈര്യം അവലംബിക്കലും സഹനം കാണിക്കലും അനിവാര്യമായ ഒരു കാര്യമാണ്. വസ്തുബിർ ലിഇബാദതി, അവന് അടിമപ്പെടുന്ന ആ പ്രക്രിയയിൽ, അവന് ആരാധനകൾ അർപ്പിക്കുന്ന ആ മാർഗത്തിൽ വലിയ സഹനവും സ്ഥൈര്യവും കാണിക്കേണ്ടതുണ്ട്. 4 ദിവസം അവന് ഇബാദത്ത് ചെയ്തപ്പോഴേക്ക് ആളുകളൊക്കെ കൂവി പരിഹസിക്കാനും എല്ലാ നിലക്കുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനും ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുത്താനും ഒക്കെ തുനിയുന്നത് കാണുമ്പോൾ അത് ഇട്ടെറിഞ്ഞ് രംഗം വിട്ടു പോവുകയല്ല വേണ്ടത്. മറിച്ച് വസ്തുബിർലി ഇബാദത്തി, അവന് അടിമപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നു എന്നതിൽ സഹനം അടങ്ങിയിട്ടുള്ള സ്ഥൈര്യം കാണിക്കുക. ഇതാണ് നിർദ്ദേശം. സഹനം മാത്രം പോരാ. സഹനാവുമ്പോൾ ചിലപ്പോ പ്രവർത്തനങ്ങൾ നിലച്ചു പോകും. സ്ഥൈര്യം കൂടി വേണം. സ്ഥൈര്യം ഉണ്ടെങ്കിലേ അതിനൊരു നൈരന്തര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആ നിലപാടിൽ, അവന് ഇബാദത്ത് ചെയ്യുന്നു എന്ന ആ നിലപാടിൽ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക. അത് നിർത്തിവെക്കരുത്. ഏതെങ്കിലും നിലക്ക് അത് അവസാനിപ്പിച്ചുകൊണ്ട് മതിയാക്കാം എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു നിലപാടുണ്ടാവരുത്. അവന് വഴിപ്പെട്ടുകൊണ്ട്, അവന് വിധേയപ്പെട്ടുകൊണ്ട്, അവന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന താങ്കളുടെ ആ നിലപാടുണ്ടല്ലോ, അത് സ്ഥൈര്യത്തോടു കൂടി നിർവഹിക്കേണ്ടതാണ്, തുടരേണ്ടതാണ് എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. യാതൊരു നിലക്കുമുള്ള ഭയാശങ്കകള് നിങ്ങളെ പിടികൂടേണ്ടതില്ല. നിങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ അവന്റെ മുന്നില് ഇബാദത്ത് ചെയ്യുന്ന, അവന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരായി മാറുക. അക്കാര്യത്തില്
അധൈര്യം പിടികൂടിയവരാവാൻ പാടില്ല. സ്ഥൈര്യത്തോടുകൂടി, ധീരതയോടുകൂടി, ചാഞ്ചല്യമോ അതുപോലെ പതർച്ചയോ ഇല്ലാത്ത വിധത്തില് നിങ്ങൾ ആ പ്രവർത്തനത്തിൽ വ്യാപൃതരായിക്കൊണ്ട് നിലകൊള്ളണം എന്നാണ് മലക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിനൊരു ന്യായമായിട്ട് പറയുന്ന ഒരു കാര്യം, അൽ തഅലമു ലഹു സമീയ, അവനോട് സമീകരിക്കാൻ പറ്റിയ ആരെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ ആകാശഭൂമികളുടെ, വാനഭുവനങ്ങളുടെ, ഈ ഭൂത വർത്തമാന ഭാവി കാലങ്ങളുടെ മേൽ ആധിപത്യമുള്ള മറ്റാരെയെങ്കിലും അവന്റെ പേരിനോട് ചേർത്തു വെക്കാൻ പറ്റിയ മറ്റൊരു പേര് നിങ്ങൾക്ക് കാണാൻ പറ്റിയോ കൂട്ടരെ എന്നാണ് ചോദ്യം. അപ്പോ അവനാണ് വഴിപ്പെടേണ്ടത്, പൂർണ്ണമായിട്ട് അവനാണ് കീഴ്പ്പെടേണ്ടത്, അവനാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത്. അതിലൊരു അധൈര്യവും നിങ്ങൾ കാണിക്കേണ്ട. കാരണം വാനഭുവനങ്ങളിൽ എവിടെയും തന്നെ അവന്റെ പേരിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പേര് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റിയോ? അൽ തഅലമു, നിങ്ങൾക്ക് അറിയാൻ അവസരമുണ്ടായോ? ലഹു സമീയ, അവന്റെ നാമത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നാമം. അൽ തഅലമു ലഹു, അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയോ, അറിയാൻ പറ്റിയോ ഒരു സമീയിനെ? സമീ എന്ന് പറയുന്ന വാക്ക് ഇസ്മ എന്ന വാക്കിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ്. പേര് എന്നാണ് അതിന്റെ പ്രാഥമികമായ സൂചന. അള്ളാഹുവിനോട് തുലനം ചെയ്യാവുന്ന, അള്ളാഹുവിൻ്റെതുപോലെയുള്ള പേരുകൾ വിളിക്കാവുന്ന, അള്ളാഹുവിന്റെ ഔന്നത്യത്തെ വിളിച്ചോതുന്ന അവന്റെ വിവിധങ്ങളായ നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് പറയാവുന്ന, നാമത്തിൽ വല്ല സാദൃശ്യവും ഉള്ള ആരെയെങ്കിലും കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയോ എന്നാണ് ചോദ്യം. പേരിൽ സാദൃശ്യമുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ എല്ലാ പേരുകളും അവന്റെ ഔന്നത്യവും അവന്റെ ഗാംഭീര്യവും അവന്റെ റുബൂബിയത്തും ഇലാഹ് എന്നുള്ള അവസ്ഥയിലും ഒക്കെയുള്ള അവന്റെ ആ പദവിയെയും സ്ഥാനത്തെയും ഒക്കെ വിളിച്ചോതുന്ന പേരുകളാണ്. അപ്പൊ അത്തരം പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് അർഹിക്കുന്ന മറ്റാരെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചുവോ എന്നാണ് ചോദ്യം. അപ്പൊ അള്ളാഹുവിനോട് തുലനം ചെയ്യാവുന്ന, അള്ളാഹുവിന് നൽകപ്പെട്ട പോലെയുള്ള പേരുകൾ നൽകപ്പെടാൻ പറ്റുന്ന, അവന്റെ പ്രാഗൽഭ്യത്തിന്റെയും വൈദഗ്ധ്യത്തിന്റെയും ഒക്കെ പോലെയുള്ള വൈദഗ്ധ്യവും പ്രാഗൽഭ്യവും ഒക്കെയുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയോ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് അള്ളാഹുവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശം പൂർണ്ണമായിട്ട് അവന് വഴിപ്പെട്ടവരായി മാറുക എന്ന് പറഞ്ഞത് തീർത്തും യുക്തിഭദ്രമായ കാര്യമാണ്. കാരണം അവനല്ലാതെ ഈ പ്രപഞ്ചത്തിന്, ആകാശങ്ങൾക്കും ഭൂമിക്കും അവയ്ക്കിടയിലുള്ള യാതൊന്നിനും അധിപനായിട്ട്, നാഥനായിട്ട് അവനല്ലാതെ മറ്റാരുമില്ല. അവന്റെ പേരിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന പേരുള്ള ഒരാളും തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലോ വിലയിരുത്തലിലോ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി, ഇതാണ് നൽകപ്പെടുന്ന നിർദ്ദേശം. അവന് വഴിപ്പെട്ടുകൊണ്ട് അവന് ആരാധനകൾ അർപ്പിക്കുക. അത് പൂർണ്ണമായിട്ട് ആ ഇബാദത്ത് ചെയ്യുന്നതിൽ സഹനം അവലംബിച്ചുകൊണ്ട്, സ്ഥൈര്യം കാണിച്ചുകൊണ്ട് വേണം എന്നാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തില് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും പ്രകടമായ രൂപമായ നമസ്കാരം നിർവഹിക്കുന്നത് പോലും വലിയ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ വെല്ലുവിളികൾ ക്ഷണിച്ചു വരുത്തുന്ന കാര്യമായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോ സ്ഥൈര്യം അവലംബിച്ചുകൊണ്ട് നിലകൊള്ളുക എന്ന് പറഞ്ഞതിന്റെ ആശയം ഏവർക്കും
വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. കാരണം ഒരിക്കലും തന്നെ അള്ളാഹുവിനോട് സമാനതയുള്ള, അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള പേരുള്ള ഒരാളെയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ആരാധനകൾ അർപ്പിക്കാൻ പൂർണ്ണമായിട്ട് നിബന്ധനകളൊന്നുമില്ലാത്ത വിധത്തില് വഴിപ്പെടാനും കീഴ്പ്പെടാനും ഒക്കെ അർഹതയുള്ളത് അത് അള്ളാഹു മാത്രമാണ് എന്നാണ് ഇവിടെ ഒരിക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട് വെളിപ്പെടുത്തപ്പെടുന്നത്. സംസാരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് ഈ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ആശയം പകർന്നു കൊടുത്ത മലക്കുകൾക്കും മാത്രം ബാധകമായ ഒരു കാര്യമല്ല, മറിച്ച് മുഴുവൻ മനുഷ്യർക്കും ബാധകമായ ഒരു കാര്യമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു അല്ലാത്ത, അവന്റെ പ്രത്യേകതകളും കഴിവും സുദറത്തും ഒക്കെയുള്ള, അവന്റെ വിശിഷ്ട നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് വെച്ച് വിളിക്കാൻ പറ്റുന്ന ഒരാളെയും നിങ്ങൾക്ക് ഈ പ്രപഞ്ച സാകല്യത്തിൽ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് നിസ്തുലനായ നിങ്ങളുടെ റബ്ബിനെ, അവനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ വീഴ്ചയില്ലാതെ സ്ഥൈര്യം അവലംബിച്ചുകൊണ്ട് അതിന്റെ നൈരന്തര്യമുള്ള വിധത്തിൽ നിർവഹിക്കുക എന്നാണ് ഇവിടെ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ശൈലിയിൽ അറിയിക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വ്യക്തിപരമായ ഒരു ഭാഷണമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക. എല്ലാവർക്കും ബാധകമായ ഒരു ആശയമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എങ്കിലും സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് നിർവഹിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വളരെ വിചിത്രമായ ഒരു ശൈലി വിശുദ്ധ ഖുർആന്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ഗ്രന്ഥകർത്താവ് അതിന്റെ ടെക്സ്റ്റിന്റെ ഭാഗമായിട്ട് അത് അതിന്റെ റെസിപ്പിയന്റിന് എത്തിച്ചു കൊടുത്ത ആളുടെ വാചകം ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരു രചനയിലും കാണാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഇത് അള്ളാഹുവിന്റെ ടെക്സ്റ്റാണ്. അത് റിസീവ് ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമുമാണ്. എന്നിട്ട് അതിൽ ഈ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാചകം അതിന്റെ ടെക്സ്റ്റിന്റെ ഭാഗമായി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ രചനാ സങ്കല്പത്തിലെ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് എന്നതാണ്. മനുഷ്യന് പരിചയമുള്ള സാഹിത്യരചന പ്രവർത്തനങ്ങൾക്ക് പാലിക്കപ്പെടേണ്ട അനിവാര്യമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയൊക്കെ യാതൊരു തട്ടും തടവും പ്രയാസവും ഇല്ലാത്ത വിധത്തില് ആ നിയമങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഉള്ള ഒരു രചനാ പ്രവർത്തനമാണ് ഈ ഗ്രന്ഥത്തിന്റെ ആവിഷ്കാരത്തില് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുമോ അത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. MT വാസുദേവൻ നായരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബിന്യാമിനോ ആരെങ്കിലും ഒരു നോവൽ എഴുതി, എന്നിട്ട് ആ നോവല് പബ്ലിഷറുടെ അടുക്കിലേക്ക് കൊടുത്തയക്കുകയാണ്. പബ്ലിഷറാണല്ലോ സകല മനുഷ്യരുടെയും ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക. പബ്ലിഷറുടെ അടുക്കിലേക്ക് കൊണ്ടു കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അയാളും 2 വാചകം പറഞ്ഞു വെക്കുന്നു ആ പുസ്തകത്തിനകത്ത്. എന്നിട്ടോ ആ ഗ്രന്ഥകർത്താവിന്റെ ആശയത്തിനോട് യാതൊരു ഇടച്ചിലുമില്ലാത്ത, അതിനെ യാതൊരു നിലക്കും സംഘർഷപ്പെടുത്താത്ത, അതിന്റെ ഏറ്റവും രമ്യമായ വിധത്തില് അതിൽ വിളക്കി ചേർക്കപ്പെട്ട ഒരു സംഗതിയായിട്ട് ആ വാചകങ്ങൾ നിലകൊള്ളുകയും ചെയ്യുന്നു. അത്യത്ഭുതകരമായ ഒരു രചനാ ശൈലി നമുക്ക് ഇവിടെ ദർശിക്കാൻ സാധിക്കും. മനുഷ്യന്റെ ചരിത്രത്തില് തന്നെ ഒരു 1000 വർഷങ്ങളാണ് മനുഷ്യന്റെ രചനാ ചരിത്രത്തിനുള്ളത്. ഈ രചനാ ചരിത്രത്തില്
സഹസ്രാബ്ദങ്ങളുടെ കാലയളവില് ഇന്ന് വരെ മനുഷ്യൻ രചിച്ച ഒരു പുസ്തകത്തിലും ഇങ്ങനെ ഒരു മനുഷ്യഭാവനയുടെ നിയമബോധത്തിന്റെ അല്ലെങ്കിൽ ചിട്ടയും അടുക്കും ചിട്ടയും ഒക്കെ നൽകുന്ന മനുഷ്യന്റെ ബോധത്തിനെ വെല്ലുവിളിക്കുന്ന ഇത്തരം വാചകങ്ങൾ മനുഷ്യന്റെ രചനയിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങേയറ്റം വിചിത്രമായ ഒരു ശൈലിയാണ്. സകല സാഹിത്യ രചനാത്മക പ്രവർത്തനങ്ങളുടെയും നിയമങ്ങളെ അതിജയിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് വിശുദ്ധ ഖുർആനിലെ ഇത്തരം വരികൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. സൂറത്ത് മറിയമിലെ 64 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ്. വളരെ വ്യത്യസ്തതയുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും അവന്റെ റിള സമ്പാദിക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.